നാം എല്ലാവരും കൂടി നമസ്കരിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും നിത്യവിടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, നിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ നിന്റെ വഴികളെ വിട്ട് പാപം ചെയ്തപ്പോൾ അവർക്ക് നേർവഴി ഉപദേശിക്കുന്നതിനും തന്റെ ഹിതം അവരെ അറിയിക്കുന്നതിനുമായി പ്രവാചകന്മാരെ നീ നിയമിച്ചുവല്ലോ. തന്റെ ജീവിതത്താലും ഉപദേശങ്ങളാലും ദുരിതം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് മാർഗദർശിയാകുവാനായി ഏലിയാ പ്രവാചകനെ കർത്താവിന് ദീർഘദർശിയുടെ ഓർമ്മ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾക്ക് ആയുസ്സുള്ള ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഉത്കൃഷ്ടനും മഹാജ്ഞാനിയും നിഷ്ഠയുള്ള ജീവിതത്താൽ ദൈവപ്രസാദം നേടിയവനുമായ ഏലിയാ പ്രവാചകന്റെ ഓർമ്മ ദിവസം പുതിയ ഇസ്രായേലാകുന്ന വിശുദ്ധ സഭ സന്തോഷാതിരേകത്താൽ നിറഞ്ഞ സ്തുതികൾ പാടുന്നു. അഹാബ് രാജാവിന്റെ ദുഷ്ടത മൂലം അനുഭവിച്ച ദുരിതങ്ങളെ നീക്കുവാൻ അയക്കപ്പെട്ടവനായ ഏലിയാവ് വലിയ അത്ഭുതം പ്രവർത്തിക്കുകയും 3 വർഷം മഴ ലഭിക്കാതെ വരണ്ടുപോയിരുന്ന ഭൂമിയെ വർഷത്താൽ നനയ്ക്കുകയും ചെയ്തു. പാപിയായ രാജാവ് തന്നെ കൊല്ലുവാൻ ആഗ്രഹിച്ചപ്പോഴും അവന്റെ അകൃത്യങ്ങളെ കുറ്റപ്പെടുത്തുവാൻ മടി കാണിക്കാതിരുന്ന ശ്രേഷ്ഠ പ്രവാചകനായുള്ളവേ, ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. ആഹാബും ഇസബേലും ചെയ്തതുപോലെ ഘോരപാപങ്ങൾ ചെയ്ത് ആത്മീയമായി നിൽനിന്ന് ഞങ്ങൾ അകന്നു പോകുവാൻ ഇടയാകരുതേ. വിധവയുടെ മകനെ ഉയർപ്പിക്കുകയും അത്ഭുതകരമായി ക്ഷാമകാലം മുഴുവനും അവരുടെ ഭവനത്തിൽ ഭക്ഷണം നൽകുകയും ചെയ്ത വലിയ പ്രവാചകൻ മരണത്തിന്റെ വാതിൽ കൂടി കടക്കാതെ തന്നെ പിതൃസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടതിനാൽ ഭാഗ്യവാനാവുന്നു. ഇപ്പോൾ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നെ പ്രസാദിപ്പിച്ച ഏലിയാ പ്രവാചകന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നീക്കിക്കളയണമേ. ആ പ്രവാചകന്റെ പെരുന്നാളിനെ ബഹുമാനിക്കുന്ന ഈ സമൂഹത്തെ വാഴ്ത്തണമേ. ഞങ്ങളുടെ ദേവാലയങ്ങളെയും ദേറാകളെയും ഭവനങ്ങളെയും സമാധാനത്തിന് കേന്ദ്രങ്ങളാക്കണമേ. ദുഷ്ടന്മാരായ ഭരണാധികാരികളുടെ പീഡനങ്ങളിൽ നിന്ന് സഭയും അതിന്റെ മക്കളെയും കാത്തുകൊള്ളണമേ. ദരിദ്രരെ പരിപാലിക്കണമേ. ധനവാന്മാർക്ക് ആർദ്രഹൃദയം നൽകണമേ. നിന്റെ പരിശുദ്ധ സഭയെ നീ സന്ദർശിച്ച് കരുണാസമ്പത്ത് കൊണ്ട് അതിനെ നിറയ്ക്കണമേ. അതിന്റെ മക്കളെ കാത്തുകൊള്ളണമേ. നിന്റെ സത്യജ്ഞാനമാകുന്ന അടിസ്ഥാന ഉപദേശങ്ങളാൽ അതിനെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ഭരണകർത്താക്കളെയും അധികാരികളെയും യോഗ്യരാക്കണമേ. വൃദ്ധരെ താങ്ങണമേ. യൗവനക്കാരെ വിനയം കൊണ്ട് അലങ്കരിക്കണമേ. ദൂരെയായിരിക്കുന്നവരെ പരിപാലിക്കണമേ. കുടുംബങ്ങളെ വാഴ്ത്തണമേ. ഞങ്ങളെ വാങ്ങിപ്പോയവരെ അബ്രഹാമിന്റെ വടിയിൽ പ്രകാശഭവനങ്ങളിൽ സ്വീകരിക്കണമേ. ഞങ്ങളും അവരും ചേർന്ന് നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ. ആർക്കുമോർ ഹോശോ അബുകുല സുബാൻ ലഉൽമീൻ. ആമേൻ.